Good morning. Good morning, Miss. Morning. Good morning, Miss. Good morning, Miss. Good morning. Video on ചെയ്തിരുന്ന എല്ലാവരും. വീഡിയോ ക്ലാസ് കഴിയുന്നവരെ ഓഫ് ചെയ്യില്ലേ? ഓക്കെ ആണോ? ക്ലാസ് കഴിയുന്നത് വരെ വീഡിയോ ഓഫ് ചെയ്യാതിരിക്കുക കേട്ടോ. ഏഞ്ചൽ വീഡിയോ ഓൺ ചെയ്തേ. ഏഞ്ചൽ മിസ് പറഞ്ഞാലേ വീഡിയോ ഓൺ ചെയ്യൂ. Take your Hindi textbook. Take your Hindi textbook. Are you ready? Yes or Yes, no? Miss. Are you ready? Yes, Miss. Yes. Angel Muhammad Rihan video on ചെയ്തേ. ഫോൺ അവിടെ വെച്ചേക്ക് ഏഞ്ചലേ. നെറ്റിന്റെ പ്രശ്നമൊന്നുമില്ല ഏഞ്ചലിന്. ഇടയ്ക്ക് നിങ്ങളുടെ വിരലുകൾ മെല്ലെ ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്നോണ്ടാണ് അത് ഓഫ് ആവുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇനി ക്യാമറ ഓഫ് ചെയ്യുന്നവര് ഞാൻ രണ്ട് കൈയും പിറകിൽ ഒന്ന് കെട്ടിയിടും. ഓക്കെ ഓക്കെ എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. ഒരു പ്രാവശ്യം മതി കേട്ടോ. എന്തായാലും ഒരു ക്ലാസ്സിൽ ഒരു പ്രസന്റേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നാളത്തെ പ്രസന്റും കൂടി കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരു തവണ മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്യുക. മുഹമ്മദ് റിഹാൻ വീഡിയോ ഓൺ ചെയ്താലും ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. റിഹാനെ കാണാൻ പറ്റുന്നില്ലല്ലോ. മുഹമ്മദ് റിഹാനെ കാണുന്നില്ല. Where is your uniform? മുഹമ്മദ് റിഹാൻ മിസ് പറഞ്ഞ കേൾക്കാമോ? യൂണിഫോം എവിടെ? ക്ലാസ്സിന് ലീവ് അടിച്ചു പോയിട്ട് യൂണിഫോം ധരിച്ചു വാ. ഗോ. യൂണിഫോം ധരിച്ചിട്ട് ക്ലാസ് അതായത് വന്നിട്ട് ക്യാമറ ഓൺ ചെയ്താൽ മതി. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. 12th ലെസൺ നമ്മൾ ഇന്നലെ തീർത്തിരുന്നോ? No. ഏതായിരുന്നു ലാസ്റ്റ് പറഞ്ഞത് നിർത്തിയത്? Page number 17. मुहावरे के सभी अर्थ चुनकर लिखो तथा उनके वाक्य बनाओ. അത് കംപ്ലീറ്റ് ചെയ്തോ?
കംപ്ലീറ്റ് ചെയ്തിരുന്നോ? അതും മിസ് എല്ലാം പറഞ്ഞു. നെക്സ്റ്റ് पर्यायवाची शब्द लिखो. पर्यायवाची शब्द लिखो. അറിയാലോ എന്താണ് പര്യായ പദങ്ങൾ എഴുതാൻ വേണ്ടിട്ട് അല്ലേ? സിംഹ എന്തൊക്കെ പര്യായ പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്? ഷേർ, വനരാജ്. വനരാജ്, ഷേർ, വനരാജ്. സെക്കൻഡ് വൺ വസുധ. വസുധ നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് അതിന്റെ പര്യായ പദങ്ങൾ നോക്കിയേ. ഭൂ, ധർത്തി, ഭൂ, ധർത്തി. മിസ് അത് തന്നെയാണ് എഴുതണ്ടേ? യെസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെ ചോദിക്കാം. ഭൂ, ധർത്തി. നെക്സ്റ്റ് വൺ സങ്കൽപ്പ. ഏഞ്ചല് മിസ്സിന് ഫാനൊന്നും കാണിച്ചിട്ടുണ്ടോ? ഫാനും ലൈറ്റെല്ലാം അവിടെ നിന്നോട്ടെ. ചെരിഞ്ഞ് വീണ് പോകുന്നുണ്ടോ? അതോ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയോ? ഏഞ്ചല് നടക്കാൻ തുടങ്ങി. മൂപ്പർക്ക് ഇരുത്തം വരില്ല. ലക്ഷ്മി പ്രിയും ഗ്രേസും ഹന്നറോസും ഒക്കെ ഇരിക്കുന്ന നോക്കിയോ ഒന്ന്? അതിലല്ലോ ഒരു സ്ഥലത്ത് അവിടെ ഫോൺ അവിടെ വെക്കുക. സാധാരണ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക. ഫോൺ അവിടെ വെച്ചേക്ക്. അത് പിന്നെ എന്തിനാ കൈവരലിങ്ങനെ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ? അത് ഏതെങ്കിലും ഒരു വെയിറ്റിലെ ബുക്ക് 2-3 ബുക്ക് വെച്ച് അതിന് ചാരി വെച്ചോ. എന്നാ ഇങ്ങനെ മറിഞ്ഞു വീഴില്ല. ഓക്കെ. ഇങ്ങനെയാണ് ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. മുഹമ്മദ് റിഹാൻ യൂണിഫോം ധരിച്ചോ? മിസ്സിന് ക്ലിയർ ആയി കാണുന്നില്ലല്ലോ നിന്നെ. ലൈറ്റിന്റെ സൈഡിൽ തന്നെ ഇരുന്നിട്ട് മനസ്സിലാവുന്നേ ഇല്ല. എന്താണ് റിഹാൻ? ഓക്കെ അല്ലേ? ഫോണിന് ചാർജ് കുത്തിയിട്ടുണ്ട്. മിസ്സിന് വീട്ടിൽ വന്നിട്ട് ഓരോരുത്തരുടെ ഫോണും കൂടി ചാർജ് ഉണ്ടോ നോക്കാൻ വേണ്ടി വരാം കേട്ടോ. ചാർജ് തീരാൻ വേണ്ടി വെക്കരുത്, വേഗം ചാർജ് ചെയ്ത് വെക്കണം. കംപ്ലീറ്റ് ക്ലാസ് ഉള്ളതാന്ന് അറിയില്ലേ? വീട്ടില് പേരന്റിനോട് പറയണം. ചാർജ് ഓഫ് ആവുന്നവരെ എന്തിനാ നിൽക്കുന്നേ? संकल्प, संकल्प, प्रण, प्रण, പ്രതിജ്ഞ. സായി കൃഷ്ണ, സായി കൃഷ്ണനെ കാണുന്നില്ല. 2-3 പേരുടെ കൈകളിന്റെ പിറകെ കെട്ടാനുണ്ട്. प्रण, പ്രതിജ്ഞ. परिवार, कुल, कुल, कुटुंब. എഴുതി വെച്ചേ. പേജ് നമ്പർ ഏത്?
ഏത് പേജാ പറയുന്നതെന്നും കൂടി മനസ്സിലാവുന്നില്ല. ഇന്നലെ എടുത്ത ലാസ്റ്റ് പേജ് ഏതായിരുന്നു? അപ്പൊ അതിനുശേഷം ബുക്ക് നോക്കിയില്ല എന്നാണ് അർത്ഥം. പേജ് നമ്പർ 70. ഏഞ്ചൽ, എന്തിനാ നിന്റെ കൈ ഇങ്ങനെ ടേബിളിലേക്ക് പോന്നേ? ഫോൺ അവിടെ നിക്കില്ലേ, പിന്നെ നീ എന്തിനാ ഇടക്കിടക്ക് അനക്കിക്കൊണ്ടിരിക്കുന്നേ? പരിവാർ, കുൽ, കുടുംബ എഴുതിയോ? ക്ലാസ് കഴിയുന്നത് വരെ ഇങ്ങനെ ഇരിക്കണം നിങ്ങൾ ഓരോരുത്തരും. ഓക്കെ, ക്ലാസ് റൂമിൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കണം നിങ്ങൾ. പിന്നെ വീണ്ടും നിങ്ങൾ ആ ഫോൺ ഇങ്ങനെ അനക്കിക്കൊണ്ട് നിൽക്കരുത്. നെക്സ്റ്റ് ഏതാ വേർഡ്? അദ്വിതീയ. എന്തൊക്കെയാ അദ്വിതീയൻ്റെത്? അദ്ഭുത അനുപമം. അദ്ഭുത അനുപം എടുത്തെഴുതിക്കോളൂ. അദ്ഭുത തൊട്ട് മുന്നേയുള്ള പേജിലുണ്ട്, വേർഡ് മീനിങ്ങിന്റെ തൊട്ട് താഴെ. അത് എവിടെയാന്നും കൂടി കണ്ടില്ല കുറച്ചു പേര്. സമാനാർത്ഥി ശബ്ദം എന്നുള്ളതിലുണ്ട്. അത്ഭുത അനുപം. എഴുതിയോ? ഏഞ്ചൽ എഴുതിയോ? അത്ഭുത അനുപം. ഇത് എഴുതി കഴിഞ്ഞ് ഞാൻ വായിപ്പിക്കും, അപ്പൊ എഴുതിയിട്ടില്ല എന്ന് പറയരുത്. ഹന്ന റോസിന്റെ കൂടെ ആരായിരിക്കുന്നേ? മിസ് പെട്ടെന്ന് പേടിച്ചു പോയല്ലോ. അത്ഭുത അനുപം. നെക്സ്റ്റ് ശത്രു. ശത്രു എന്നുള്ള വേർഡ് അതിലുണ്ട്, പക്ഷെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാണെന്ന് മാത്രം. ദുഷ്മൻ, അരി. അത് എങ്ങനെ വന്നാലും നിങ്ങൾ എഴുതാൻ വേണ്ടി റെഡി ആവണം കേട്ടോ. ദുഷ്മൻ, അരി. എഴുതിയ സായി കൃഷ്ണ? ദുഷ്മൻ, എന്താണ് അതുൽ? ലാസ്റ്റ് വൺ മറ്റേ പേജിലില്ലല്ലോ. ആ ഉണ്ടല്ലോ, ദുഷ്മൻ ആയിരിക്കും ക്വസ്റ്റ്യനില്. സമാനാർത്ഥി ശബ്ദത്തിൽ ദുഷ്മൻ ഇല്ലേ? ശത്രു, അരി. അപ്പൊ ശത്രു വന്ന എന്താണ്? ദുഷ്മൻ, അരി. അങ്ങനെ ചിന്തിച്ചെഴുതടാ. പര്യായ പദങ്ങളില് നിങ്ങൾ ഒരു വേർഡിന് 2 പര്യായ പദങ്ങൾ പഠിക്കൂലേ? ഒരു വേർഡിന് നിങ്ങൾ ഏറ്റവും മിനിമം 2 വേർഡ് വെച്ചിട്ട് നിങ്ങൾ പര്യായ പദങ്ങൾ പഠിക്കും. അപ്പൊ ആ 3 വേർഡിലും കൂടി ഏത് വന്നാലും ബാക്കി 2 എഴുതണം എന്ന്. പര്യായ പദം എന്താണ്? തുല്യ വാക്കുകളല്ലേ, സെയിം മീനിങ് അല്ലേ? അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ റെഡി ആയോ? അത് കംപ്ലീറ്റ് ആയോ? നെക്സ്റ്റ് പറയട്ടെ. ക്രിയാശബ്ദോं को रेखांकित करो और लिखो. ക്രിയാശബ്ദങ്ങളെ നിങ്ങൾ ആദ്യം അണ്ടർലൈൻ ചെയ്യുക, അതിനുശേഷം അവിടെ വിട്ട ഭാഗത്ത് പൂരിപ്പിക്കുക. ക്രിയാശബ്ദങ്ങൾ ഒരു സെന്റൻസ് തന്നതില് ക്രിയാശബ്ദം ഏതാണോ അതിന് ആദ്യം അണ്ടർലൈൻ ചെയ്യുന്നു, നമ്മൾ അത് എടുത്തെഴുതുന്നു. മിസ് ആദ്യം പറയാം. ഉസ് ലോഹപുരുഷനെ രജ് ഡാല. അപ്പൊ രജ് ഡാല എന്നുള്ളതാണ് ക്രിയാശബ്ദം. സെക്കൻഡ് വൺ ജോ ആന്തി ബൻകർ ചൽത്താ ഥാ. അപ്പൊ അതിലേതാ ക്രിയാശബ്ദം ഒന്ന് പറയാമോ? ചൽത്താ ഥാ. വെരി ഗുഡ്, ചൽത്താ ഥാ. അണ്ടർലൈൻ ചെയ്യുക, മാറ്റി എഴുതുക. ആദ്യം അണ്ടർലൈൻ ചെയ്യണേ. മുഹമ്മദ് റിഹാൻ എഴുതിയോ?
ചൽത്താത എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക, അതിനുശേഷം മാറ്റി എഴുതുക. ശത്രു കി നീന്തേം മുട് ജാത്തി. ടേബിളെ പറഞ്ഞോ. ശത്രു നീന്തേം മുട് ജാത്തി. ഏതാ ആൻസർ? ഉടുജാത്തി. ഉടുജാത്തി. ഓക്കെ, ഉടുജാത്തി. ശത്രു കി നീന്തേം ഉടുജാത്തി. അപ്പൊ എന്താണ്? ഉടുജാത്തി. തൂഫാനോं से टकरा था. ടക്കരാത്താത. ടകരാധാത. ടകരാന കൂട്ടിമുട്ടുക. ടകരാധാത. ആദ്യ ഫസ്റ്റ് സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്തതിന് ശേഷം മാത്രമേ മാറ്റി എഴുതാൻ പാടുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് ആയില്ലേ മക്കളെ? ഡൗട്ട് ഉണ്ടോ ഇനി എന്തെങ്കിലും? നോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് പഠിക്കണേ. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും അതിൽ പഠിക്കുക. അതില് ബ്ലൂ കളറിൽ ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന വർക്കുകൾ അത് നിങ്ങൾക്ക് പറ്റുമോ നോക്ക്. ഫസ്റ്റ് പേജ് നമ്പർ 71. सरदार वल्लभ भाई पटेल के जीवन का कोई एक प्रेरक प्रसंग इंटरनेट से खोज कर पढ़ो और कक्षा में सुनाओ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം ഇന്റർനെറ്റിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് ക്ലാസ്സിൽ വന്ന് അവതരിപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ. सेकंड वन, स्वतंत्रता संग्राम में भाग लेने वाले कुछ सेनानियों के चित्र इकट्ठे करके स्क्रैप बुक में चिपकाओ और उनके नाम लिखो. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. ചാർട്ട് പേപ്പർ A4 ഷീറ്റ് എടുക്കുക. അതില് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുറച്ച് ഫോട്ടോസ് കളക്ട് ചെയ്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് ഒട്ടിക്കുക. അതിന്റെ താഴെ ഹിന്ദിയിൽ പേരെഴുതുക. മനസ്സിലായോ? അത് പറ്റുമല്ലോ? മിസ്സേ ഒന്നുകൂടെ പറയോ? ഒന്നുകൂടി പറയും. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സമര സേനാനികളുടെ കുറച്ച് ഫോട്ടോസ് കളക്ട് ചെയ്യുക. ഫോട്ടോസ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് വലിയ വില കൊടുത്ത് മിസ് വാങ്ങണമെന്ന്, പുറത്തുനിന്ന് വാങ്ങണമെന്ന് മിസ് പറഞ്ഞിട്ടില്ല. പേപ്പേഴ്സിനോ പഴയ ടെക്സ്റ്റ് ബുക്കിന്നോ സോഷ്യൽ ടെക്സ്റ്റ് ബുക്ക് എവിടെയെങ്കിലും ഉണ്ടാവും. പഴയതില് ഏതെങ്കിലും ബുക്സിലുണ്ടാവും. നിങ്ങളുടെ ബുക്സിലൊന്നും വായിക്കുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെയൊക്കെയോ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുറച്ച് ഫോട്ടോസ് കളക്ട് ചെയ്തതിന് ശേഷം ഒരു A4 ഷീറ്റിൽ ഭംഗിയായിട്ട് ഒട്ടിക്കുക. അതിന് താഴെ അതിന്റെ പേര് എഴുതി വെക്കുക കേട്ടോ. മറന്നുപോവോ? അത് നിങ്ങൾ ചെയ്യണം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴേ. എന്നിട്ട് ഞാൻ ഒരു ദിവസം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും കേട്ടോ. नेक्स्ट, दिए गए संकेतों के आधार पर लौह पुरुष सरदार वल्लभ भाई पटेल पर चित्र सहित एक परियोजना तैयार करो. അത് നിങ്ങൾ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ് ഉപയോഗിച്ച് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു ഫോട്ടോ സഹിതം അദ്ദേഹത്തിന്റെ മൊത്തം ഡീറ്റെയിൽസ് എഴുതാനാ പറയുന്നത്. അത് നമുക്ക് വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട അതിൽ ഏത് വർക്കേ ഉള്ളൂ? കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫോട്ടോസ് കളക്ട് ചെയ്യുക മാത്രം, ഒട്ടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ലെസൺ എടുത്തോളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക്, നെക്സ്റ്റ് ക്ലാസ്സില് ഈ 12th ലെസണിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ട് വരണേ. ക്വസ്റ്റ്യൻ ആൻസറും പര്യായ പദവും രണ്ടും പഠിച്ചു. സമാനാർത്ഥി ശബ്ദവും ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചിട്ട് വരിക. ചോദിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഒരു 50 പ്രാവശ്യം എഴുതാൻ വേണ്ടി റെഡി ആയിട്ട് തന്നെ വന്നോ കേട്ടോ. 50 പ്രാവശ്യമാണ് എഴുതിക്കുക കേട്ടോ. തെറ്റിയാൽ 50 പ്രാവശ്യം. ഓക്കെ, നെക്സ്റ്റ് ലെസൺ എടുത്താലോ? ഈ മറ്റേ 12ാം പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇട്ട് തന്നിട്ടില്ലല്ലോ. അയച്ചിട്ടുണ്ടല്ലോ ഇന്നലെ. ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചിരുന്നില്ല.
നോക്കിയായിരുന്നോ? ഉണ്ടോ? ഇല്ല മിസ്. അയച്ചില്ല? ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം. അയച്ചിട്ടുണ്ടോ? കുറച്ചു പേര് അതൊന്നും ശ്രദ്ധിക്കാത്തോണ്ടാണ് അവര് ഒന്നും നോക്കുന്നില്ല, മെനക്കിടുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ വീണ്ടും ഞാൻ അയച്ചിട്ടുണ്ടേ. ഓക്കെ, നെക്സ്റ്റ് ലെസൺ ഭാരത് കാ ഗർവ്. ഭാരത് കി ബേട്ടിയാം. ഇത് ബേട്ടി പറഞ്ഞാൽ ബേട്ടിയാം എന്നെല്ലാം പറഞ്ഞാല് ബേട്ടി ബേട്ടിയാം മകൾ. ആ മകള് അല്ലെ, പെൺകുട്ടി. പെൺകുട്ടിയല്ല, മകള്. പെൺകുട്ടി പറഞ്ഞാൽ ഇടുക്കി അല്ലെ. ബേട്ടി എന്ന് പറഞ്ഞാല് മകള്. ബേട്ടിയാം എന്ന് പറഞ്ഞാല് മക്കൾ, പെൺമക്കൾ എന്നാണ് അർത്ഥം അല്ലെ. ഭാരത് കി ബേട്ടിയാം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആരുടെ പെൺമക്കളെ കുറിച്ചാണ് പറയുന്നത്? ഭാരതത്തിന്റെ. ആ, ഭാരതത്തിന്റെ. ഇന്ത്യയുടെ കുറച്ച് പെൺമക്കളെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരുന്നത്. നമുക്ക് നോക്കാം അതിലെ ഹന്നയുടെയോ ആവണിയുടെയോ അല്ലെ ഫാത്തിമ സാനയുടെയോ ഏഞ്ചലിന്റെയോ ഗ്രേസിന്റെയോ ഒക്കെ പേരുണ്ടോ, അതോ ലക്ഷ്മി പ്രിയന്റെ പേരാണോ നോക്കാം നമുക്ക്. ഭാരത് കി ബേട്ടിയാം. ഭാരത് കാ ഗർവ്. ഗർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഗർവ്, പ്രൈഡ്. ഗർവ് എന്താണ്? അഹങ്കാരം അല്ലെ. അഹങ്കാരം എന്ന് പറയും ഗർവ്. ഇപ്പൊ ഭാരതത്തിന്റെ അഹങ്കാരം അല്ലെങ്കിൽ ആ ഗർവ്, അഭിമാനം എന്താണ്? ഭാരത് കി ബേട്ടിയാം. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം എന്ന് പറഞ്ഞത്. ഗർവ്, അഭിമാനം. മനസ്സിലായോ? അതാരൊക്കെയാണെന്ന് കുറച്ചു പേര് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. पाठ का परिचय। इस पाठ में भारत की बेटियां द्वारा समुद्र मार्ग से पूरी दुनिया का चक्कर लगाने की साहसिक यात्रा का वर्णन किया गया है. ഈ പാഠത്തിലൂടെ നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് പെൺകുട്ടികളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. അവര് കടൽ മാർഗം വഴി ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയ ഒരു യാത്രാ വിവരണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആരാണ്? കുറച്ച് പെൺകുട്ടികളാണേ. മനസ്സിലായോ? കടൽ മാർഗം വഴി ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. പാഠക ഉദ്ദേശ്. ഈ പാഠഭാഗം തന്നതിന് ഒരു ലക്ഷ്യം ഉണ്ടാവൂലേ? നിങ്ങൾക്ക് വെറുതെ തന്നാണോ ഈ പാഠഭാഗം? അല്ല. विद्यार्थियों को साहसिक कारनामों के लिए प्रेरित करना. विद्यार्थियों को साहसिक कारनामों के लिए प्रेरित करना तथा विपरीत परिस्थितियों में धैर्य रखने की सीख देना. എന്താ ഈ പാഠഭാഗത്തിന്റെ ലക്ഷ്യം എന്നറിയോ? വിദ്യാർത്ഥികളെ ധൈര്യപൂർവം ഏത് പ്രവൃത്തിയിലും മുന്നേറാൻ വേണ്ടി പ്രേരിപ്പിക്കുക. മനസ്സിലായോ? എത്ര വിഷമഘട്ടം വന്നാലും അതിൽ ധൈര്യപൂർവം മുന്നേറാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം വിദ്യാർത്ഥികൾക്ക് നല്ല ധൈര്യം പകർന്നു നൽകുക. ഈ പാഠഭാഗത്തിലൂടെ ഈ പാഠഭാഗത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ധൈര്യം ലഭിക്കുക. ഇതാണ് ഈ പാഠഭാഗം തന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം. മനസ്സിലായോ? ക്ലിയർ ആയോ?
ഏഞ്ചലിന് 2 കൈകൾ ഉണ്ടെന്ന് മിസ്സിനൊന്ന് കാണിച്ചേ. ഏഞ്ചലിന്റെ 2 കൈകളും മിസ്സിനൊന്ന് കാണിച്ചേ. 2 കൈകളും മിസ് കാണട്ടെ. രണ്ട് കൈകളും മിസ്സിന് കാണണം. നിന്റെ കൈകൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് കാണണം. കാണാൻ പറ്റുന്നില്ല. എന്തിനാ 2 കൈകളും ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വെച്ച് പ്ലഡ്ജ് ചൊല്ലുന്നുണ്ടോ നിങ്ങൾ? അസംബ്ലിയിൽ പ്ലഡ്ജ് ചൊല്ലുന്നല്ലോ. എന്തിനാ കൈ മുന്നിലോട്ട് വെക്കുന്നത്? ഫോൺ ഫോൺ എന്താവുന്നു? എന്താ ഏഞ്ചലേ? ഫോൺ എന്താവുന്ന പറഞ്ഞേ? ഫോൺ ചെരിഞ്ഞു പോകുന്നു. ഫോൺ അവിടെ നിന്ന് ഈ ഇടക്കിടക്ക് അനക്കുന്നുണ്ടല്ലോ, ചെരിഞ്ഞു വീഴുന്നത്. ഫോണിന്റെ വെച്ചേക്ക്. എന്റെ കൈ രണ്ടും പിറകെ കെട്ടിക്കോ. അത് ഇടക്കിടക്കിടക്ക് പ്രസ് ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് അത് വീഴുന്നത് താഴേക്ക്. ഏഞ്ചലിന്റെ വീട് എവിടെയാ? കമ്പല്ലൂര്. കമ്പല്ലൂര്. ഇപ്പൊ അങ്ങോട്ട് ബസ് ഉണ്ടോ? ബസ് ഉണ്ടോ അങ്ങോട്ട് ഇപ്പോന്ന്? അറിയില്ല. 2 കൈയും പിറകിൽ കെട്ടാൻ വേണ്ടി ഞാൻ ആരെങ്കിലും ബസ്സിൽ കയറ്റി വിടാട്ടോ. ഓക്കെ, फर्स्ट पैराग्राफ। इतिहास गवाह है कि भारत की महिलाएं किसी भी क्षेत्र में पीछे नहीं रही है। वीरांगनाओं के इस देश में आज की महिलाएं न केवल पुरुषों से कंधा मिलाकर आगे बढ़ रही है, अभी तो नए नए इतिहास भी रच रही है। ഇതിഹാസ് ഗവാഹ് ഹേ കി, ഒരു ചരിത്രം, ഒരു ഇതിഹാസം സാക്ഷ്യപ്പെടുത്തുന്നു എന്തെന്നാൽ ഭാരത് കി മഹിളായെ, മുഹമ്മദ് റിഹാൻ പെൻ ഡൗൺ, ഭാരത് കി മഹിളായെ കിസി ഭി ക്ഷേത്ര മേ പീച്ചെ നഹി രഹി ഹെ. നമ്മുടെ ഇന്ത്യയിലെ വനിതകള് ഏതു മേഖലയിലും പിറകിലോട്ടല്ല എന്ന് നമ്മുടെ ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ എല്ലായിടത്തും സ്ത്രീകളല്ലേ മുന്നില്, അല്ലേ? കുറെ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ സ്ത്രീകള് ഇങ്ങനെ മുന്നിട്ട് ഇറങ്ങാറില്ല, അല്ലെ? പക്ഷെ ഇന്ന് ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും പുരുഷന്മാർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും, അതായത് ഏത് മേഖലയിലും ആര് കൂടി ഇപ്പൊ പ്രവേശിച്ചിട്ടുണ്ട്? സ്ത്രീകള്, അല്ലേ? ഇല്ലേ? എല്ലാവരും ഇല്ലേ? എല്ലാ സ്ത്രീകളും ഇപ്പൊ മുൻപന്തിയിലാണ്, അല്ലേ? वीरांगनाओं के इस देश में आज की महिलाएं न केवल पुरुषों से कंधा मिलाकर आगे बढ़ रही है, अभी तो नए नए इतिहास भी रच रही है। वीरांगनाओं के इस देश में आरा वीरांगनमाര്? झांसी റാണി, ലക്ഷ്മി ഭായ്, കേട്ടിട്ടുണ്ടോ? ഝാൻസി റാണി, ലക്ഷ്മി ബായ്, റാണി ചെന്നമ്മ, അബക്കാദേവി, കുറെ വീരാംഗനകളുടെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? പണ്ട് യുദ്ധമൊക്കെ പഠിച്ചവരല്ലേ? യുദ്ധം
യുദ്ധങ്ങളിലെ താല്പര്യമുള്ളവരെ, യുദ്ധം ചെയ്ത് ജയം നേടിയവരെ, ഇവരെയാണ് നമ്മൾ വീരാങ്കനമാരെന്ന് പറയുന്നത്. അല്ലാണ്ട് ട്രൂലറ്റ് പഠിക്കുന്ന 6ലെ ഗേൾസിനൊന്നല്ല വീരാങ്കന എന്ന് പറയുന്നത് കേട്ടോ. ആരെ വീരാങ്കന എന്ന് പറഞ്ഞത്? യുദ്ധത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചവർ, യുദ്ധം ചെയ്യാൻ വേണ്ടി സാമർത്ഥ്യമുള്ളവരെയാണ് നമ്മൾ വീരാങ്കനമാരെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് കുറെ വീരാങ്കനമാരുണ്ട്. റാണി ലക്ഷ്മി ഭായ്, ഝാൻസി റാണി അല്ലേ, അബകാദേവി, റാണി ചെന്നമ്മ, നമ്മൾ കുറെ ആളെ കുറിച്ച് പഠിച്ചു. അപ്പൊ അവര് ഇന്നത്തെ മഹിളകള്, അതായത് ഇന്നത്തെ മഹിളകളും എന്താണ്, അവരെ പോലെ മുന്നിലോട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പൊ അവരാണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവര്. ആര്? ഇങ്ങനെയുള്ള മഹിളകള്, ഇങ്ങനെയുള്ള വനിതകള്, പെൺകുട്ടികള് ആണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നത്. മനസ്സിലായോ ആ പാരഗ്രാഫ്? ക്ലിയർ ആയോ? ലക്ഷ്മിപ്രിയെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഗ്രേസിനെ മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? ലക്ഷ്മിപ്രിയ ഒന്ന് വായിക്കുമ്പോളെ, ഉറക്കെ ഒന്ന് വായിച്ചേ ലക്ഷ്മിപ്രിയ ആ പാരഗ്രാഫ്. ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. इतिहास गवाह है कि भारत की महिलाएं किसी भी क्षेत्र में पीछे नहीं रही है। वीरांगनाओं के इस देश में आज की महिलाएं न केवल पुरुषों से कंधा मिलाकर आगे बढ़ रही है, अबिंदु नए इतिहास भी रच रही है। हन्ना रोज। इतिहास गवाह है कि भारत की महिलाएं किसी भी क्षेत्र में पीछे रही है। वीरांगनाओं के इस देश में आज की महिलाएं न केवल पुरुषों से कंधा मिलाकर आगे बढ़ रही है, अभी तो नई इतिहास भी रच रही है। ഗ്രേസ് പോയോ? കട്ടായി പോയോ? ഗ്രേസ് ഉണ്ടോ ക്ലാസ്സില്? ആവണി അവണി വായിക്കുമ്പോ എന്തോ സൗണ്ട് വരുന്നുണ്ടല്ലോ. അവണി ഒരു സൗണ്ട് ഉണ്ട് മോളെ, എക്സ്ട്രാ വരുന്നു. നീ വായിക്കുന്നത് ക്ലിയർ ആവുന്നില്ല. ഞാൻ സായിയോട് പറയാം. സായി കൃഷ്ണ, എന്തോ മൈക്കിന് എന്തോ പ്രോബ്ലം ഉണ്ട്. इतिहास गवाह है कि भारत की महिलाएं किसी भी क्षेत्र में पीछे नहीं रही है। वीरांगनाओं के इस देश में आज की महिलाएं न केवल पुरुषों से कंधा मिलाकर आगे बढ़ रही है, अभी तो नई इतिहास भी रच रही है। ഏഞ്ചൽ വായിച്ചോ?
इतिहास गवाह है कि भारत की महिलाएं किसी भी क्षेत्र में पीछे नहीं रही है। वीरांगनाओं के इस देश में आज की महिलाओं न केवल पुरुषों से गंधा मिलाकर आगे बढ़ रही है। अभी तो नए नए इतिहास भी रच रही है। ഓക്കെ, ബാക്കിയുള്ളവരെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കും. എല്ലാവരും വായിച്ച് റെഡി ആയിട്ട് വരണം. ക്ലാസ് കട്ടാവാറായി. ഏബൽ, അപ്പൊ 12th ലെസണിന്റെ ക്വസ്റ്റ്യൻ ആൻസറും പര്യായ പദങ്ങളും പഠിക്കാൻ ഓർമ്മിക്കുക. അവിടെ മറന്നു പോകുന്നവർ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. നെക്സ്റ്റ് പഠിച്ചിട്ട് വരേണ്ടത് 12th ലെസണിന്റെ ക്വസ്റ്റ്യൻ ആൻസറും പര്യായ പദങ്ങളുമാണ്. ഓക്കെ അല്ലേ? ഈ പാരഗ്രാഫ് ഒരു 4-5 പ്രാവശ്യം വായിച്ച് റെഡി ആയി വരണേ. ഓക്കെ, ബൈ, സി യു. Thank you, Miss. ഓക്കെ, ബൈ. Thank you, Miss. Thank you, Miss. ഓക്കെ, ബൈ. ആവണിയുടെ എന്തോ പ്രശ്നമുണ്ട് മോളെ ഫോണിന്. എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട് നീ അൺമ്യൂട്ട് ചെയ്യുമ്പോ. എന്താ അത്? എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്.